മായമ്മ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അഞ്ജു, നീ അതൊക്കെ മറന്നേരേ. അതൊന്നും സാരമില്ല. നിനക്ക് ദേഷ്യം വന്നപ്പോ നീ പറഞ്ഞല്ലേ, അത് കുഴപ്പമില്ലെന്നേ. അഞ്ജു, അതെ, മായമ്മക്ക് ദേഷ്യം വരുമ്പോഴേ മായമ്മേൻ്റെ അടുത്തേക്ക് ആരും വരുന്ന മായമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. അതാണ് നേരത്തെ സംഭവിച്ചത്, വേറൊന്നുമല്ല. നീ ഇതൊന്നും കാര്യമാക്കണ്ട. സത്യം ഞാൻ പറയുന്നേ. അപ്പൊ ദേഷ്യം ഇല്ലല്ലേ? ഇല്ല അഞ്ജു, സത്യം. പിന്നെ ചേച്ചിക്ക് ഈ വീട്ടിൽ ആകെ ഒരാശ്രയം നീ മാത്രമായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് നിന്നെക്കൊണ്ട് കുറച്ച് സഹായം വേണമായിരുന്നു. എന്താ, നീ എന്നെ സഹായിക്കില്ലേ? സഹായിക്കും, ഞാനുണ്ടാവും മായമ്മയുടെ കൂടെ. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ എന്താ വേണ്ടെന്ന് ഞാൻ നിന്നോട് പറയാം. ശരി മായമ്മ, എന്നാ ഞാൻ പോകട്ടെ. ശരി. അബി, ഇങ്ങനെ ചുറ്റു നടക്കുന്നൊക്കെ കൊള്ളാം. ക്ലാസ് ടെസ്റ്റിനുള്ളത് പഠിച്ചോ? പഠിക്കാന്നോ? ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക്. മതി. അമ്മ, കുഞ്ഞമ്മ നേരത്തെ ചോദിച്ചില്ലേ കുഞ്ഞമ്മയും കൂടി നമ്മളോട് കൂട്ടാമോ എന്ന്? പിന്നെ നിങ്ങളുടെയൊക്കെ കൂടെ കൂടി ജീവിതം കുടിച്ചോറാക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞതോ? ആ, ഞാനങ്ങനെ വലതും പറയും. എല്ലാരും സൂക്ഷിച്ചോ. അമ്മ, കുഞ്ഞമ്മയല്ലേ നേരത്തെ ഒന്ന് ചോദിച്ചേ? എന്റെ കുഞ്ഞെ, നിനക്ക് വേറെ ഒരു തൊഴിലും ഇല്ലേ? അവളുടെ തലക്ക് ഓളമാണ്. അവള് പറയുന്ന ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങൾ വന്നേ, നടക്ക്. അർജുൻ, മമ്മി എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് നാൾ ഡോക്ടർ മാത്യുവിൻ്റെ കൂടെ നിൽക്കേ, പിന്നീട് നമുക്ക് നോക്കിയിട്ട് എന്താ വേണ്ടത് ചെയ്യാം. അതെ, ഓക്കെ മമ്മി. അർജുൻ, നീ ഇറങ്ങാണോ? അതെ ഏട്ടാ, വെറുതെ സമയം കളയണ്ടല്ലോ, ഞാൻ പ്രാക്ടീസ് തുടങ്ങാന്ന് വെച്ചു. നല്ല കാര്യം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ത്രിവേണി, ആവണി പറഞ്ഞു മോള് വീട്ടിൽ പോയെന്ന്. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതാ. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാ തിരിച്ചു വന്നേ. നീ എന്താടി ഇവിടെ? നിന്നോട് അച്ഛൻ്റെ അമ്മ അടുത്ത് പോയി നിൽക്കാനല്ലേ പറഞ്ഞത്? അതായിരുന്നു പ്ലാൻ, പക്ഷെ എനിക്കെന്തോ പറ്റണില്ല. ഇത്രയും വില്ലന്മാരോടെ നിൽക്കുമ്പോ ചേച്ചിയുടെ കൂടെ ഞാനും കൂടെ വേണം തോന്നി. അർജുൻ, നീ ഇറങ്ങാൻ നോക്കിയേ, ലേറ്റ് ആവുന്നു. നീ വഴി. പോവാൻ നോക്ക്. ഇവിടെ തിരിച്ചു വരുന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കായിരുന്നു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വല്യമ്മച്ചി, എന്താ വല്യമ്മച്ചി? ഇല്ല വല്യമ്മച്ചി, അങ്ങനെ പറയല്ലേ വല്യമ്മച്ചി.
അർജുൻ മോനെ നിനക്ക് എന്താ പറ്റിയേ? ഞാൻ പോവാണെന്ന് ചോദിച്ച് വെല്ലുമിച്ചന്റെ മുമ്പിൽ ഒന്ന് കരയാ മമ്മി. എന്നോട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറയാ. വെല്ലുമിച്ച ഇങ്ങനെ കരയണ കണ്ട് എനിക്ക് പോവാൻ പറ്റില്ല മമ്മി. ഇല്ല വെല്ലുമിച്ചി, ഇനി വെല്ലുമിച്ച പറയാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. പപ്പ മമ്മി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. അതല്ല വെല്ലുമിച്ച കരച്ചിൽ മൈൻഡ് ആക്കാതെ ഞാൻ പോണെന്നാണ് പപ്പയും മമ്മിയും പറയുന്നതെങ്കിൽ ഞാൻ പോവാം. അർജുൻ മോനെ വേണ്ട, നീ 2 ദിവസം കഴിഞ്ഞ് സമാധാനത്തിൽ പോയാൽ മതി. ചേച്ചിയുടെ സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും വലുത്. പോട്ടെ മമ്മി. കിഷോർ, നിങ്ങൾ ഡോക്ടർ മാത്യുവിനെ വിളിച്ച് പറഞ്ഞേരേ അർജുൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം. കിഷോറേട്ടാ, ഈ അമ്മ കരയുന്നതൊക്കെ അർജുന് കാണാൻ പറ്റുമോ? പറ്റുമായിരിക്കും. യശോദമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ ആത്മാക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണല്ലോ വിശ്വാസം. എന്നുവെച്ചാ നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ അമ്മക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ. പിന്നെ മരിച്ചവരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാണല്ലോ. ഉണ്ടാവും. തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി അവളെ എങ്ങനെ ഒന്ന് ഇംപ്രസ് ചെയ്യും? എന്താ പാപ്പ? അതാണ്. എന്താണ്? ഒന്നുമില്ല. ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാന്നൊന്നല്ലേ? ആരാ നിന്നോട് പോണ്ടാന്ന് പറഞ്ഞു? വെല്ലുമിച്ച്. എങ്ങനെ? ആര്? വെല്ലുമിച്ച് പറഞ്ഞു. മോനെ, നിന്റെ ഏജും കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത്. നിന്റെ വല്യമ്മച്ചി നിന്നോട് പോവാണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ വിശ്വസിക്കും. പക്ഷേ പപ്പ വിശ്വസിക്കൂല. ഈ കാര്യം പറ. പപ്പ ഇരിക്കും. പാറടോ. ഇരിക്കും പപ്പ. പറ. പപ്പ, നമ്മുടെ മമ്മിയില്ലേ, നമ്മുടെ മമ്മി. മമ്മിക്ക് എന്ത്? ഞാൻ പറയണത് കേക്ക്. ആ പറ. ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ നമ്മുടെ മമ്മിയാണ്. അത് കറക്റ്റാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് അവൾ എൻ്റെ അമ്മയെ സൈഡാക്കി. അല്ലേ? ഇത്രയും ബോൾഡ് ആയിട്ടുള്ള മമ്മിയോട് തട്ടിക്കയറി സംസാരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു പേടിയില്ലാതെ കാര്യം തുറന്നു പറയുന്ന ഒരു പെൺകുട്ടി, കാണാനും വലിയ തിരക്കേടില്ല. ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയോട് എനിക്ക് ചെറിയ ഒരു ക്രഷ് തോന്നല് തെറ്റുണ്ടോ? ഏയ് തെറ്റ്. ആരാ പെൺകുട്ടി? ആഹാ, അമ്പലമണി പോയില്ലേ? അമ്പലമണിയാ? അതാര്? ദേ ഇരിക്കുന്നു. എന്താടാ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ അത് വിട്. ആരാ പെണ്ണ്? ത്രിവേണിയാ? നിന്റെ പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ.
നേരെ സ്ഥലം വിട്ടോ. പപ്പ ഒന്ന് കൂടെ നിൽക്ക് പപ്പ. കൂടെ നിൽക്കാനാ? എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഉപേക്ഷിച്ചോ. നിന്റെ മമ്മി അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ തട്ടും. പിന്നെ ത്രിവേണി, അവള് സമ്മതിക്കോ? അവളിപ്പോ നിന്നെ എന്താ വിളിച്ചത്? അമ്പലമണിയെന്ന്. എൻ്റെ മോനെ, ഇത് നടപടിയാവില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം വിടും. പപ്പ ഞാൻ പിന്നെ ഇതൊക്കെ പോയി ആരോടെ പറയാ? ആ, നിനക്ക് പറയാൻ ഞാനെങ്കിലും ഉണ്ട്. ഞാൻ ആരോട് പറയും? എനിക്ക് വയ്യ ടെൻഷനൊന്നും അടിക്കാൻ. പിന്നെ ഇനി അഥവാ ത്രിവേണി ഓക്കെ പറഞ്ഞ, ത്രിവേണി ആരാ? ആവണിയുടെ അനിയത്തി. ആവണിയെ നിന്റെ മമ്മിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് നിന്റെ മമ്മി സമ്മതിക്കൂല. ഇനി അഥവാ നീ അവളെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന നിന്റെ മമ്മി അവൾക്ക് സ്വസ്ഥത കൊടുക്കൂല. വീട്ടിലേ യുദ്ധമായിരിക്കും, യുദ്ധം. പിന്നെ നമ്മളെല്ലാവരും തമ്മിൽ തല്ലിയിടിച്ച് അങ്ങനെ സ്ഥലം വിട്ട് പോകേണ്ടി വരും. അതിനേക്കാളും നല്ലത് നീ ആ കൊച്ചിനെ വേണ്ട വെക്കല്ലേ. എൻ്റെ മോനെ, മര്യാദയ്ക്ക് പോയി ജോലി നോക്ക്. ഇതൊക്കെ വേണ്ട വെക്ക്. മനസ്സിലായ? അമ്മ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടോ അമ്മ? എനിക്കറിയാം അമ്മ, ആവണി നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ചതാ. നമ്മളവളെ ദ്രോഹിച്ചിട്ടേ ഇല്ലാന്ന് അവള് കോടതി പറഞ്ഞു. അപ്പൊ തെറ്റെല്ലാം ചെയ്തത് ഞാനാണ്. അമ്മ വിഷമിച്ച് ചങ്കുപൊട്ടി മരിക്കാൻ കാരണം ഞാനാണ്. എൻ്റെ അമ്മയെ കൊന്നത് ഞാനാണ്. അല്ല, ഞാനല്ല. അമ്മ വിഷമിച്ചിരിക്കുമ്പോ അമ്മനെ കാണാമെന്ന അവളല്ലേ. അമ്മയുടെ അവസ്ഥ ഉണ്ട് സന്തോഷിക്കാൻ വന്നവളല്ലേ അവള്, അല്ലേ? അല്ലേ അമ്മേ? അപ്പൊ ഞാനല്ലല്ലോ. അവള് കാരണമല്ലേ അമ്മ മരിച്ചത്. അവളല്ലേ തെറ്റ് ചെയ്തത്, ഞാനല്ലല്ലോ. ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്താ അമ്മ എന്നോട് ക്ഷമിക്കൂലേ? അമ്മ, അവളാണ് 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 എല്ലാത്തിനും കാരണം. ഞാനല്ല, നീയാണ്. നീ മാത്രമാണ്. അല്ല, ഇങ്ങേർക്കിത് എന്ത് പറ്റി? ഞാനല്ല, നീയാണെന്നോ? ഹലോ, എപ്പോ? ആര്? ഇതെങ്ങനെ സംഭവിച്ചു? Oh my God.
എന്താ? നാക്കിറങ്ങിപ്പോയി കാണും ചേച്ചി. ചേച്ചി വാ. നിക്കടി. എന്താ അവണി, എന്ത് പറ്റി? വാ തുറന്ന് വല്ലതും പറഞ്ഞല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? എന്തറിയില്ലെന്നോ നിങ്ങൾ ഈ പറയുന്നത്? അവണി മോളെ ചെല്ല്, നിങ്ങൾ ചെല്ല്. പാടി. എന്താ മായ? കിഷോർ, എനിക്കൊരു കോള് വന്നിരുന്നു. ആരാ വിളിച്ചത്? ബില്ല് പാസ്സാക്കാൻ ആവണി പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരാൾ ആവണിയുടെ ഓഫീസിൽ പോയിരുന്നു. അയാൾ ആവണിയോട് ദേഷ്യപ്പെടുന്നത് മാത്രമല്ല, ആവണി നല്ലതുപോലെ നാണം കെടുത്തി. അത് നീ പറഞ്ഞു വിട്ട ആളല്ലേ? ആ ആണ് കിഷോർ. പക്ഷെ ഇപ്പൊ അയാൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? അയാൾക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി അയാൾ ആരോ തല്ലി. ആര്? ആവോ, എനിക്കറിയില്ല ആരാന്ന്. അത് തന്നെ ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയത് ആരാന്ന്. പക്ഷെ അയാളെ ഇനി ആവണിയുടെ നിഴൽവട്ടത്തെ പോലും കാണലെന്ന് പറഞ്ഞിട്ടാണ് തല്ലിയത്. കിഷോർ, അപ്പൊ അത് ആരായിരിക്കും? എന്തായാലും അത് ഇവള് ചെയ്യിച്ചതായിരിക്കുമല്ലോ. എനിക്കറിയണം കിഷോർ, അതാരാണെന്ന്. യശോദമ്മ മരിച്ചതോടെ കഷ്ടകാലം തുടങ്ങിയത് ആവണിക്കല്ല, മായക്ക. എന്തു പറ്റി ഈശ്വരേട്ടാ? നല്ല കൊട്ടേഷൻ ടീംസ് ഒക്കെ കയ്യിലുണ്ടല്ലേ? കൊട്ടേഷൻ ടീംസോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഏയ്, ഒന്നും അറിയാത്ത പോലെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആദ്യമായിട്ടാണ് മായയ്ക്ക് ഇങ്ങനൊരു എതിരാളി. ആർക്കറിയാം? മോഹന, മോഹന, ആവണി ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എന്താ പറ്റിയമായ? ഇവളെ സഹായിക്കണത് നീയാണോ? സഹായിക്കാനാ ഞാനോ? മോഹന, കുറച്ച് ദിവസം മുമ്പ് ഇവളുടെ ഓഫീസിൽ ഒരാൾ ചെന്ന് ഇവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അയാൾ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. തല്ലിന്ന് പറഞ്ഞ വെറുതെ തല്ലിയതല്ല, ഇനി മേല ഇവളുടെ നിഴൽ പണ്ടത് പോലും ആരും വരാൻ പാടില്ല എന്നും പറഞ്ഞാണ് തല്ലിയത്. അതാരാ ചേച്ചി? എനിക്കറിയില്ല. അത് നീ ആണോന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനോ? ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ? നീ അല്ലാതെ പിന്നെ വേറെ ആരാ? ആരാണ് നിന്നെ സഹായിക്കുന്നത്? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ഞാൻ അയച്ച ഒരാളെ നീ ആളെ വേണ്ടി തല്ലിച്ചാൽ നീ എന്താണ് കരുതിയത്? നീ അങ്ങ് ജയിച്ചു എന്നാ? ചേച്ചി, മായമ്മയുടെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ, ചെറിയൊരു പേടിയുള്ള പോലെ. നിന്നെ ഞാൻ, നീ നോയിക്കോ, നീ ആരെ വിട്ടാലും അതാരാണ് ഞാൻ കണ്ടുപിടിച്ചത്. എന്നിട്ട് അവന് ഞാൻ നിന്റെ മുന്നിലിട്ട് തല്ലും. നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതാ? ഞാനവിടെ പോവാൻ, ഞാനവിടെ ഉണ്ടായിരുന്നു. പ്രകാശേട്ട എവിടെ പോയിട്ട് വന്നതാ? ഞാനൊരു ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് പോയതാ. എവിടെ? ഞാൻ കാലിക്കട്ടായിരുന്നു. കുറച്ച് ക്ലയൻസിനെ നേരിട്ട് മീറ്റ് ചെയ്യണ്ടേ. നിന്റെ ഒരേ ഒരു ഏട്ടത്തെ ആരെങ്കിലും വിഷമിപ്പിച്ച നിനക്ക് വിഷമം വരില്ലേ? എത്ര പേരെ വേണമെങ്കിലും നീയൊക്കെ ആളെ വീട് തല്ലിച്ചോ, ഞാൻ തോറ്റ് പിന്മാറില്ല. പേടി വരുമ്പോഴേ ഇതുപോലെ പിച്ചും പേയൊക്കെ പറയും. സാരയില്ല, രാത്രി കിടക്കാൻ നേരത്ത് നാമം ജപിച്ച് കിടന്നാ മതി. നോയിക്കോടി, നിന്നെ എല്ലാം കൊണ്ട് ഞാൻ നാമം ജപിപ്പിക്കും. ചേച്ചി വന്നേ.
ചേട്ടാ എന്ത് നോക്കി നിൽക്കണ്? കേറി പോടാ, പോവാൻ. നിങ്ങളാണ് അത് ചെയ്തത്? എന്ത് ചെയ്തെന്നാ? നിങ്ങളുടെ ഏട്ടത്തിയെ ദ്രോഹിച്ചവരെ ആളെ വിട്ട് തല്ലിച്ചത് നിങ്ങളാണോ? അത്ര റേഞ്ച് ഒന്നും എനിക്കായിട്ടില്ല. പക്ഷെ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇരുട്ടടി നിനക്കായി. പിന്നെ ആരായിരിക്കും?